നമസ്കാരം. ലെബനനിൽ ഇന്നലെ ഇസ്രായേൽ നടത്തിയ അതിശക്തമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഒരു കൊടും ഭീകരനും ഉൾപ്പെടുന്നുണ്ട്. ഹമാസിൻ്റെ സായുധ വിഭാഗമായ ഇസദ് ദിൻ അൽ ഖ്വാസിം ബ്രിഗേഡിൻ്റെ പ്രധാനപ്പെട്ട കമാൻഡർമാരിൽ ഒരാളായ മുഹമ്മദ് അൽ നദീർ ആണ് കൊല്ലപ്പെട്ടത്. ഇയാൾ തെക്കൻ ലെബനനിലെ ഫീൽഡ് കമാൻഡർ എന്ന പദവിയാണ് വഹിച്ചിരുന്നത്. നിരവധി കൂട്ടക്കൊലകൾ നടത്തിയതുൾപ്പെടെയുള്ള വിവിധ ക്രിമിനൽ കേസുകൾ പ്രതിയാണ് ഇയാൾ. ഇന്നലെ നടത്തിയ അതിശക്തമായ ബോംബാക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത് എന്നാണ് ഇപ്പോൾ തീവ്രവാദ സംഘടനകൾ തന്നെ സമ്മതിക്കുന്നത്. ഇന്നലെ ലെബനനിൽ മാത്രം 1600 ആക്രമണങ്ങളാണ് ഇസ്രായേൽ സൈന്യം നടത്തിയത്. ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു ഒരു ആക്രമണം നടത്തിയത്. ഇസ്രായേലിനെ സംബന്ധിച്ച് അത് കണ്ടെത്താനും മനസ്സിലാക്കാനൊക്കെ ഉള്ള എല്ലാവിധ ആധുനിക സംവിധാനങ്ങളും കൈവശമുള്ളത് കൊണ്ട് തന്നെ കൃത്യമായി ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ കണ്ടുപിടിച്ച് അവിടേക്ക് ആക്രമണം നടത്താൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് അവർക്ക് ഏറെ നേട്ടമായി മാറുന്നത്. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചറുകൾ, അവരുടെ കമാൻഡ് പോസ്റ്റുകൾ, അതുപോലെ അവരുടെ സൈനിക സംവിധാനങ്ങൾ, അതായത് ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, ഇവയെല്ലാമാണ് തങ്ങൾ ബോംബിട്ട് തകർത്തത് എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഇന്നലെ ഇസ്രായേൽ ലെബനനിലേക്ക് നടത്തിയ ആക്രമണത്തിന് അവർ ഇട്ടിരുന്ന ചുരുക്കപ്പേര് നോർത്തേൺ ആരോസ് എന്നായിരുന്നു. ഇസ്രായേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവിയാണ് ഈ പേര് കണ്ടെത്തിയത്. അതേസമയം ഇന്നലെ അമേരിക്കയിലേക്ക് നടത്താനിരുന്ന യാത്ര ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബുധനാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. വ്യാഴാഴ്ച അതിരാവിലെ അദ്ദേഹം അമേരിക്കയിൽ എത്തിച്ചേരും എന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത്. വെള്ളിയാഴ്ച ഐക്യരാഷ്ട്ര സഭയെ ബെഞ്ചമിൻ നെതന്യാഹു അഭിസംബോധന ചെയ്യും. അമേരിക്കൻ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചും ഇപ്പോൾ നിരവധി ചർച്ചകൾ പ്രചരിക്കുന്നുണ്ട്. അമേരിക്ക എന്ത് നിലപാടാകും ഇപ്പോൾ ഇസ്രായേൽ ലെബനനിൽ നടത്തിയ ആക്രമണത്തോട് സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജനവാസ മേഖലകൾ ആക്രമിക്കാൻ പാടില്ല എന്ന് നേരത്തെയും പലവട്ടം അമേരിക്ക ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തങ്ങൾ ആക്രമിച്ചത് ജനവാസ മേഖലകളല്ല, തീവ്രവാദി ക്യാമ്പുകളാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ ഉറച്ചു നിൽക്കുന്നത്. ഹിസ്ബുള്ള ഹമാസ് തീവ്രവാദികളുടെ ഒരു പ്രധാന പ്രവർത്തന രീതി ജനവാസ മേഖലകളിൽ കയറിപ്പറ്റി അവിടുത്തെ ജനങ്ങളെ മറയാക്കി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുക എന്നുള്ളതാണ്. ഇത് നേരത്തെ തന്നെ തുടരുന്നൊരു രീതിയാണ്. ഇസ്രായേൽ ഈ കേന്ദ്രങ്ങളിലേക്ക് ശക്തമായ തിരിച്ചടി നൽകുമ്പോൾ അവിടെ സാധാരണ ജനങ്ങൾ കൊല്ലപ്പെടുകയും അതിൻ്റെ ഉത്തരവാദിത്തം ഇസ്രായേലിൻ്റെ തലയിൽ കെട്ടിയുകയും ചെയ്യുന്നതാണ് ഈ രണ്ട് തീവ്രവാദ സംഘടനകളും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനെതിരെ ഇസ്രായേൽ പലതവണ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ളയും ഹമാസും നിരന്തരമായി പ്രവർത്തിക്കുന്നത് എന്നും പലവട്ടം ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇസ്രായേൽ ഇന്നലെ ലെബനനിൽ നടത്തിയ ആക്രമണത്തിലെ മരണസംഖ്യ ഇപ്പോഴും ഉയരുകയാണ്. ശരിക്കും പറഞ്ഞാൽ കൃത്യമായ മരണസംഖ്യ ഇന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഏതാണ്ട് 500ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും അതിൽ കൂടുതൽ പേർ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം 1600 ആക്രമണങ്ങൾ എന്ന് പറയുമ്പോൾ 1600 ബോംബാക്രമണം തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മരണസംഖ്യ തീർച്ചയായും അത് വൻതോതിൽ ഉയരാനാണ് സാധ്യത. കൂടാതെ ആയിരങ്ങൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. നേരത്തെ ലെബനനിൽ ഉണ്ടായ സ്ഫോടന പരമ്പരകളുടെ ഭാഗമായി അവിടുത്തെ ആശുപത്രികളൊക്കെ തന്നെ പേജർ സ്ഫോടനവും മറ്റും കൊണ്ട് അതിൽ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞപ്പോൾ അവരെ ചികിത്സിക്കാൻ പോലും സംവിധാനങ്ങൾ അവിടെ ഇല്ലായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ലെബനൻ കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ ആക്രമണത്തിൽ പരിക്കേറ്റവരെ എങ്ങനെയാണ് അങ്ങോട്ട് ഇനി ചികിത്സിക്കുക, അതുപോലെ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ എങ്ങനെയാണ് സംസ്കരിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ലെബനൻ പോലെ പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയും ഭരണ അസ്ഥിരതയും ഒക്കെ നേരിടുന്ന ഒരു രാജ്യം ഇവ എങ്ങനെ കൈകാര്യം ചെയ്യും, അതിനെങ്ങനെ തരണം ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്.